morning to all. In the previous classes, we were discussing about the term free consent, and the last aspect in the free consent that has not been discussed so far is mistake, and today we are going to discuss the term mistake. Mistake is an erroneous belief concerned about something. That means the parties to the contract have different things in mind as the subject matter of the contract, or they attach different meanings for the language used in the agreement. And for a contract to be valid, there should be identity of mind between the contracting parties, or the parties should have agreed upon the subject matter in the same sense and same manner for a contract to be valid. And mistake can be classified into two: mistake of fact and mistake of law. And mistake of fact can again be classified into two: bilateral mistake and unilateral mistake. അതായത് ഇപ്പോൾ ഒരു കോൺട്രാക്റ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ എസെൻഷ്യൽ ആയിട്ടുള്ളൊരു കാര്യമാണ് ഐഡൻറ്റിറ്റി ഓഫ് മൈൻഡ് എന്ന് പറയുന്നൊരു സംഭവം. അതായത് കോൺട്രാക്റ്റിലെ പാർട്ടീസ് രണ്ടുപേർ ആരൊക്കെയാണോ അവർ രണ്ടുപേരും ഒരേ തരത്തിലായിരുന്നിരിക്കണം ഒരു സബ്ജക്ട് മാറ്ററിനെ കുറിച്ച് വിലയിരുത്തിയിട്ടുണ്ടാവേണ്ടത്. അല്ലെങ്കിൽ ഒരാൾ ആവശ്യപ്പെട്ടത് എന്താണോ അത് തന്നെ ആയിരിക്കണം മറ്റേ വ്യക്തി കൊടുക്കേണ്ടത്. ഒരു വ്യക്തി വിൽക്കാൻ ഉദ്ദേശിക്കുന്നത് എന്താണോ അത് തന്നെ ആയിരിക്കണം മറ്റേ വ്യക്തി വാങ്ങാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ വിൽക്കാൻ ഉദ്ദേശിക്കുന്ന ഒന്നും വാങ്ങാൻ ഉദ്ദേശിക്കുന്ന വേറെ ഒന്നും ആണെന്നുണ്ടെങ്കിൽ അവിടെ ഐഡന്റിറ്റി ഓഫ് മൈൻഡ് ബിറ്റ്വീൻ ദ പാർട്ടീസ് ഉള്ളത് ഉണ്ട് എന്ന് പറയാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, അതാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ എനിക്ക് രണ്ട് കാർ ഉണ്ടെന്നിരിക്കട്ടെ. ഒരു കാർ ഒരു അംബാസഡർ കാറാണ്, ഒരു കാറ് ഒരു ഹുണ്ടായുടെ കാറാണെന്നിരിക്കട്ടെ. ഞാൻ വിൽക്കാനായിട്ട് കരുതിയിരിക്കുന്ന എൻ്റെ ഹുണ്ടായുടെ കാറാണ്. പക്ഷെ വാങ്ങാൻ കരുതിയിരിക്കുന്ന ആൾക്ക് അറിയത്തില്ല എനിക്ക് രണ്ട് കാറുണ്ട് എന്നുള്ള കാര്യം. അയാൾ എൻ്റെ അംബാസഡർ കാർ മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ ആ അംബാസഡർ കാറാണ് അയാൾ വാങ്ങാൻ വേണ്ടിയിട്ട് കരുതിയിരിക്കുന്നത്. ഞാൻ പക്ഷെ വിൽക്കാൻ കരുതിയിരിക്കുന്നത് എൻ്റെ ഹുണ്ടായി മേക്ക് കാറാണ്. അപ്പോൾ അവിടെ ഒരു എഗ്രിമെന്റ് ആ രീതിയിൽ ഫോം ചെയ്താൽ കൂടെ അതിന് വാലിഡിറ്റി ഉണ്ടായിരിക്കത്തില്ല. കാരണം ബോത്ത് പാർട്ടീസ് ഹാവ് ഡിഫറെന്റ് തിങ്സ് ആസ് സബ്ജക്ട് മാറ്റർ ഇൻ ദർ മൈൻഡ്. So there is no consensus between them, or there is no identity of mind between them. അപ്പോൾ ആ ഒരു കോൺട്രാക്റ്റിന് വാലിഡിറ്റി ഉണ്ടാകത്തില്ല. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വിൽക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്ന എൻ്റെ ഹുണ്ടായി കാറാണ്, മറ്റേ ആൾ വാങ്ങാൻ കരുതിയിരിക്കുന്ന എൻ്റെ അംബാസഡർ കാറാണ്. അപ്പോൾ രണ്ടുപേരുടെ ഇടയിൽ അവിടെ ഐഡന്റിറ്റി ഓഫ് മൈൻഡ് ഉണ്ട് എന്ന് പറയാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ കൺസെൻസസ് ഉണ്ടെന്ന് പറയാനായിട്ട് പറ്റത്തില്ല. ഇപ്പൊ രണ്ടുപേരും രണ്ട് കാര്യമാണെന്ന് തെറ്റിദ്ധരിച്ചിട്ടാണ് അവർ ആ കോൺട്രാക്റ്റിലേക്ക് ഏർപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ മിസ്റ്റേക്ക് ഉണ്ട്. അതുകൊണ്ട് ആ കേസിൽ ആ ഒരു കോൺട്രാക്റ്റിന് നിയമസാധുത ഉണ്ടാകത്തില്ല എന്ന് പറയുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് പറഞ്ഞത് മിസ്റ്റേക്ക് ഈസ് ആൻ എറേനിയസ് ബിലീഫ് കൺസേൺഡ് അബൌട്ട് സം മാറ്റേഴ്സ് വിച്ച് ആർ റെലവെന്റ് ടു ദ കോൺട്രാക്ട്. ഓക്കെ, അല്ലെങ്കിൽ മിസ്റ്റേക്ക് ഈസ് ആൻ എറേനിയസ് ബിലീഫ് അബൌട്ട് ദ സബ്ജക്ട് മാറ്റർ ഓഫ് ദ കോൺട്രാക്ട്. കോൺട്രാക്റ്റിലെ സബ്ജക്ട് മാറ്റർ എന്താണ്? ഇപ്പോൾ ഒരു കാറ് വിൽക്കുക എന്നുള്ള കേസിലാണെങ്കിൽ സബ്ജക്ട് മാറ്റർ എന്ന് പറയുന്നത് കാറാണ്. ഒരു വീട് വിൽക്കുക എന്നുള്ള കേസാണെങ്കിൽ സബ്ജക്ട് മാറ്റർ എന്ന് പറയുന്നത് വീടാണ്. അപ്പോൾ ആ സബ്ജക്ട് മാറ്ററിനെ കുറിച്ചുള്ള വിലയിരുത്തൽ എന്ന് പറയുന്നത് രണ്ടുപേര് രണ്ട് രീതിയിലാണ് നടത്തിയിരിക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെ മിസ്റ്റേക്ക് ഉണ്ടെന്ന് പറയേണ്ടതായിട്ട് വരും. ഓക്കെ, ഇപ്പം മിസ്റ്റേക്ക് രണ്ട് തരത്തിലാണുള്ളത്. മിസ്റ്റേക്ക് ഓഫ് ഫാക്ട് ഉണ്ട്, മിസ്റ്റേക്ക് ഓഫ് ലോ ഉണ്ട്. മിസ്റ്റേക്ക് ഓഫ് ഫാക്ടിനെ രണ്ടായിട്ട് വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്: ബൈലാറ്ററൽ മിസ്റ്റേക്ക്, യൂണിലാറ്ററൽ മിസ്റ്റേക്ക്. മിസ്റ്റേക്ക് ഓഫ് ലോയെ രണ്ടായിട്ട് വേണമെങ്കിൽ ക്ലാസിഫൈ ചെയ്യാം: മിസ്റ്റേക്ക് ഓഫ് ലോ ഓഫ് ദ കൺട്രി ആൻഡ് മിസ്റ്റേക്ക് ഓഫ് ഫോറിൻ ലോ. ഓക്കെ, then first term, bilateral mistake. Bilateral mistake is nothing but it is a mistake where both the parties are under a mistake of fact essential to the contract, and each party to the contract has understood the contract in a different sense. അതായത് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന രണ്ട് വ്യക്തികളും ഒരുപോലെ തെറ്റായിട്ടാണ് ആ ഒരു സബ്ജക്ട് മാറ്ററിനെ വ്യാഖ്യാനിച്ചിരിക്കുന്നതെങ്കിൽ അതാണ് ബൈലാറ്ററൽ മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. അതായത് ബോത്ത് പാർട്ടീസ് ടു ദ കോൺട്രാക്ട് ആർ അണ്ടർ എ മിസ്റ്റേക്ക് ടു ഗെറ്റ് ഇൻ ടു ദ കോൺട്രാക്ട്. ദേ ഹാവ് അസൈൻഡ് ഡിഫറെന്റ് മീനിങ്സ് ടു ദ സബ്ജക്ട് മാറ്റർ ഓഫ് ദ കോൺട്രാക്ട്. അവർ രണ്ടുപേരും രണ്ട് രീതിയിലാണ് ആ പറഞ്ഞിരിക്കുന്ന സബ്ജക്ട് മാറ്ററിനെ ഇന്റർപ്രറ്റ് ചെയ്തിരിക്കുന്നത്. രണ്ടുപേരും ഉദ്ദേശിച്ചിരിക്കുന്ന സബ്ജക്ട് മാറ്റർ എന്ന് പറയുന്നത് വെവ്വേറെയാണ്. അത് അവിടെ എന്തില്ല, കൺസെൻസസ് ഇല്ല. ദർ ഇസ് നോ കൺസെൻസസ് അറ്റ് ഐഡം, or there is no identity of mind between the parties in the case of bilateral mistake. Then
following are the cases of bilateral mistake. Mistake as to existence, mistake as to the identity of subject matter, mistake as to the title of subject matter, mistake as to the quantity of subject matter, mistake as to the price. അതായത് മിസ്റ്റേക്ക് ആസ് ടു എക്സിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ എനിക്കൊരു വീടുണ്ട്. ആ വീട് വിൽക്കാനായിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്കൊരു ഓഫർ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന സമയത്ത് എൻ്റെ ആ വീടിന് എന്ത് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി ഒരു ഡിസ്ട്രക്ഷൻ സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ഫയർ ആക്സിഡൻറ്റ് ഒക്കെ ചെയ്തിട്ട് എൻ്റെ വീട് നശിച്ചു പോയിട്ടുണ്ട്. ആ ഒരു വസ്തുത എന്ത് ചെയ്തിട്ടില്ല, ഞാൻ അറിഞ്ഞിട്ടില്ല എന്നിരിക്കട്ടെ. അപ്പോൾ ഞാനിവിടെ ചുങ്കത്തറയിൽ നിന്ന് ആണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു എഗ്രിമെന്റിൽ ഏർപ്പെടുന്നത്. ഇടക്കരയുള്ള എൻ്റെ വീടിന് എന്ത് ചെയ്തിട്ടുണ്ട്, എന്തെങ്കിലും തരത്തിലുള്ള നാശം സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ ആ വസ്തുത ഞാനും അറിഞ്ഞിട്ടില്ല, നിങ്ങളും അറിഞ്ഞിട്ടില്ല. അപ്പം നമ്മൾ ആ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയാണ്. അപ്പോൾ അവിടെ ആ സബ്ജക്ട് മാറ്റർ എന്താണോ ആ സബ്ജക്ട് മാറ്റർ ആ സമയത്ത് എന്ത് ചെയ്യുന്നില്ല. ദ സബ്ജക്ട് മാറ്റർ ഡസ് നോട്ട് എക്സിസ്റ്റ് അറ്റ് ദ ടൈം ഓഫ് ഫോർമേഷൻ ഓഫ് ദ കോൺട്രാക്ട്, ബട്ട് ബോത്ത് പാർട്ടീസ് ടു ദ കോൺട്രാക്ട് ആർ അൺഅവെയർ അബൌട്ട് ദ സെയിം. രണ്ട് പേർക്കും എന്തില്ല, ഇതിനെക്കുറിച്ചുള്ള അറിവും ഇല്ല. അതാണ് മിസ്റ്റേക്ക് ആസ് ടു എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത്. ആ ഒരു കോൺട്രാക്റ്റിനും എന്തില്ല, വാലിഡിറ്റി ഉണ്ടായിരിക്കത്തില്ല. ദെൻ മിസ്റ്റേക്ക് ആസ് ടു ദ ഐഡന്റിറ്റി ഓഫ് സബ്ജക്ട് മാറ്റർ, ഞാൻ നേരത്തെ പറഞ്ഞ കേസിൽ, അതായത് വിൽക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്, ഇപ്പോൾ എനിക്ക് 2 വീടുണ്ടെന്നിരിക്കട്ടെ. ഒരു വീട് എറണാകുളത്തും ഉണ്ട്, ഒരു വീട് എടക്കരയിലും ഉണ്ട്. ഇപ്പോൾ എനിക്ക് എടക്കര ഒരു വീടുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയത്തില്ല. ഞാനിപ്പോൾ ഒരു 50 ലക്ഷം രൂപയ്ക്ക് എൻ്റെ വീട് വിൽക്കാനായിട്ട് ഞാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. ഞാൻ നിങ്ങൾക്ക് ഒരു ഓഫർ തന്നു. നിങ്ങളുടെ വിചാരം എനിക്ക് ആകെ എറണാകുളത്ത് മാത്രമേ വീടുള്ള വസ്തുത നിങ്ങൾക്ക് അറിയുള്ളൂ. അപ്പോൾ എൻ്റെ എറണാകുളത്തുള്ള വീടാണ് ഞാൻ 50 ലക്ഷം രൂപയ്ക്ക് വിൽക്കുന്നതെന്ന് കരുതിയിട്ടാണ് നിങ്ങൾ ഞാനുമായിട്ടൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നത്. പക്ഷെ ഞാൻ വിൽക്കാൻ റെഡി ആയിട്ടുള്ളത് എടക്കരയുള്ള വീടാണ്. അപ്പോൾ അവിടെ എന്തില്ല, കൺസെൻസസ് ഇല്ല, അല്ലെങ്കിൽ ഐഡന്റിറ്റി ഓഫ് മൈൻഡ് ഇല്ല. കാരണം ഞാൻ വിൽക്കാൻ കരുതിയിരിക്കുന്നത് എടക്കരയുള്ള വീടാണ്, നിങ്ങൾ വാങ്ങാൻ കരുതിയിരിക്കുന്നത് എൻ്റെ എറണാകുളത്തുള്ള വീടാണ്. 2 പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയത്തില്ല ഈ പറഞ്ഞിരിക്കുന്ന സബ്ജക്ട് മാറ്റർ. അതായത് വീട് എന്ന് പറയുന്നത് 2 പേരും 2 വീടാണ് കരുതിയിരിക്കുന്നത് എന്നുള്ളത് അറിയത്തില്ല. അത് അവിടെ എന്താണ്, ബോത്ത് പാർട്ടീസ് ആർ അണ്ടർ മിസ്റ്റേക്ക് അബൌട്ട് ദ സബ്ജക്ട് മാറ്റർ ഓഫ് ദ കോൺട്രാക്ട് while getting into the contract. കോൺട്രാക്റ്റിലേക്ക് വരുന്ന സമയത്ത് അവർക്ക് സബ്ജക്ട് മാറ്ററിനെ കുറിച്ച് ശരിയായ ഒരു ധാരണയില്ല, അല്ലെങ്കിൽ സബ്ജക്ട് മാറ്ററിനെ കുറിച്ച് തെറ്റായിട്ടാണ് അവർ എന്ത് ചെയ്തിരിക്കുന്നത്, വിലയിരുത്തിയിരിക്കുന്നത്. ദെൻ മിസ്റ്റേക്ക് ആസ് ടു ദ ടൈറ്റിൽ ഓഫ് സബ്ജക്ട് മാറ്റർ. മിസ്റ്റേക്ക് ആസ് ടു ദ ടൈറ്റിൽ ഓഫ് സബ്ജക്ട് മാറ്റർ എന്ന് പറയുമ്പോൾ, ഞാൻ നിങ്ങൾക്കൊരു സാധനം വിൽക്കാനായിട്ട് കരുതുന്ന സമയത്ത് എൻ്റെ ധാരണ അതിൻ്റെ ടൈറ്റിൽ ഓഫ് ഓണർഷിപ്പ് അല്ലെങ്കിൽ അതിൻ്റെ ഉടമസ്ഥാവകാശം എനിക്കാണെന്നാണ് ഞാൻ കരുതിയിരിക്കുന്നത്. പക്ഷേ അത് അൾട്ടിമേറ്റ്ലി അതിൻ്റെ ടൈറ്റിൽ ഓഫ് ഓണർഷിപ്പ് എന്ന് പറയുന്നത് എനിക്കല്ല എന്നിരിക്കട്ടെ. പക്ഷെ അത് എനിക്കറിയത്തില്ല. അത് അതിൻ്റെ ടൈറ്റിൽ ഓഫ് ഓണർഷിപ്പ് എന്ന് പറയുന്ന റിയൽ ഓണർ എന്ന് പറയുന്ന ഞാനല്ല. എനിക്കതിൻ്റെ ആ ഒരു ഗാർഡിയൻഷിപ്പ് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സൂപ്പർവിഷൻ മാത്രമേ ശരിയായിട്ട് എനിക്കുള്ളൂ. അതിൻ്റെ റിയൽ ഓണർ എന്ന് പറയുന്നത് അൾട്ടിമേറ്റ്ലി ഞാനല്ല എന്നുള്ള വസ്തുത എനിക്ക് അറിയത്തില്ല എന്നിരിക്കട്ടെ. ആ ഒരു കേസ്. അപ്പോൾ വേറെ ഒരാൾ വാങ്ങാൻ കരുതിയിരിക്കുന്ന ആള് അപ്പുറത്തുള്ള മറ്റേയാളുടെ വിചാരം ഞാനാണ് റിയൽ ഓണർ എന്നുള്ളതാണ്, അല്ലെങ്കിൽ എൻ്റെ വിചാരവും ഞാൻ തന്നെയാണ് റിയൽ ഓണർ എന്നാണ്. പക്ഷെ ഞാനല്ല അതിൻ്റെ റിയൽ ഓണർ. അങ്ങനെയുള്ള ഒരു കേസിൽ അതിലും എന്താണ്, അവിടെ മിസ്റ്റേക്ക് ഉണ്ട്. അതാണ് പറയുന്നത് മിസ്റ്റേക്ക് ആസ് ടു ദ ടൈറ്റിൽ ഓഫ് സബ്ജക്ട് മാറ്റർ. ടൈറ്റിൽ ഓഫ് സബ്ജക്ട് മാറ്റർ മീൻസ് ദ ഓണർഷിപ്പ് ഓഫ് ദ സബ്ജക്ട് മാറ്റർ. മിസ്റ്റേക്ക് ആസ് ടു ദ ക്വാണ്ടിറ്റി ഓഫ് സബ്ജക്ട് മാറ്റർ. ഇതിപ്പോൾ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ കരുതിയിരിക്കുന്നത്, ഇപ്പോൾ നമ്മളൊരു കൊട്ടേഷൻ കൊടുക്കുന്ന അല്ലെങ്കിൽ ഒരു ഡെലിവറിക്ക് വേണ്ടിയിട്ട് ഒരു ഓഫർ കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്, ഒരു വ്യക്തി ഉദ്ദേശിച്ചിരിക്കുന്നത് 500 ലിറ്റർ ആണെന്നിരിക്കട്ടെ, മറ്റേ വ്യക്തി ഉദ്ദേശിച്ചിരിക്കുന്നത് 50 ലിറ്റർ ആണെന്നിരിക്കട്ടെ. അതിപ്പോൾ നമ്മളൊരു മെയിൽ അയച്ച സമയത്ത് ഒരു 0 അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോയതാവാം. ഒന്നുകിൽ 0 കൂടുതലായിരിക്കാം, അല്ലെങ്കിൽ 0 കുറവായിരിക്കാം, അല്ലെങ്കിൽ ഒരു പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആയിരിക്കാം, എന്തെങ്കിലും എറർ ഓഫ് ഒമിഷനോ എന്തെങ്കിലും വന്നതായിരിക്കാം. പക്ഷെ എന്താണ്, ക്വാണ്ടിറ്റിയെ കുറിച്ച് അവിടെ ഒരു ക്ലാരിറ്റി ഇല്ല, അല്ലെങ്കിൽ ക്വാണ്ടിറ്റിയെ കുറിച്ച് ഒരു കൺസെൻസസ് ഇല്ലാത്തൊരു കേസ്. അതായത് ഒരാൾ കരുതിയിരിക്കുന്ന ക്വാണ്ടിറ്റി എന്ന് പറയുന്നതും മറ്റേയാൾ കരുതിയിരിക്കുന്ന ക്വാണ്ടിറ്റി എന്ന് പറയുന്നതും ഡിഫറെൻ്റ് ആണ്. ആ കേസിലും അവിടെ എന്താണ്, ഒരു കൺസെൻസസ് ഇല്ലാത്തതുകൊണ്ട് ആ ഒരു കോൺട്രാക്റ്റും വോയിഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഇൻവാലിഡ് ആയിരിക്കും. അതാണ് മിസ്റ്റേക്ക് ആസ് ടു ദ ക്വാണ്ടിറ്റി ഓഫ് സബ്ജക്ട് മാറ്റർ എന്ന് പറയുന്നത്. ദെൻ ലാസ്റ്റ് കേസ് മിസ്റ്റേക്ക് ആസ് ടു ദ പ്രൈസ്. ഈ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ പ്രൈസിലും ഒരു ക്ലാരിറ്റി ഉണ്ടായിരിക്കത്തില്ല. ഒരു വ്യക്തി ഒരു വിൽക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഒരു പ്രൈസിനായിരിക്കാം, മറ്റേ വ്യക്തി വാങ്ങാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് വേറെ ഒരു പ്രൈസിനായിരിക്കാം. എന്തെങ്കിലും തരത്തിലുള്ള കൺഫ്യൂഷൻ അവിടെ നിലനിന്നിരുന്നത് കൊണ്ട് മാത്രം അവർ തെറ്റിദ്ധരിക്കപ്പെട്ടതാണ്. അപ്പോൾ 2 പാർട്ടീസും പർപ്പസ്ഫുള്ളി അല്ലാതെ ആ ഒരു പ്രൈസിനെ കുറിച്ചുള്ള ഒരു തെറ്റിദ്ധാരണ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ അതാണ് മിസ്റ്റേക്ക് ആസ് ടു ദ പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻ ദ കേസ് ഓഫ് ദ ലീഗൽ ഇഫക്റ്റ് ഓഫ് എ ബൈലാറ്ററൽ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ദ ലീഗൽ ഇഫക്റ്റ് ഓഫ്
bilateral mistake is that the contract will be voidable since both the parties to the contract are under a mistake to get into the contract and since there is no consensus at all. അവിടെ എന്താണ് അതിൻ്റെ ലീഗൽ ഇഫക്റ്റ് എന്ന് പറയുന്നത് രണ്ട് പേർക്ക് ഒരുപോലെ മിസ്റ്റേക്ക് പറ്റിയ കേസാണെന്നുണ്ടെങ്കിൽ അവിടെ കൺസെൻസസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ കോൺട്രാക്ട് നിലനിൽക്കുന്നതായിരിക്കത്തില്ല. ഒരു കോൺട്രാക്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലീഗൽ ടെർമിനോളജിയാണ് കൺസെൻസസ് അറ്റ് ഇഡം എന്ന് പറയുന്നത്. അതായത് ദർ ഷുഡ് ബി ഐഡൻറ്റിറ്റി ഓഫ് മൈൻഡ് ബിറ്റ്വീൻ ദ കോൺട്രാക്ടിങ് പാർട്ടീസ് ഓർ ദർ മസ്റ്റ് ബി ദ കൺസെൻറ്റ് ഓഫ് ദ കോൺട്രാക്ടിങ് പാർട്ടീസ്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന കേസിൽ രണ്ടുപേരും രണ്ട് തരത്തിലാണ് സബ്ജക്ട് മാറ്ററിനെ കുറിച്ച് മീൻ ചെയ്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെ കൺസെൻസസ് ഇല്ല. സമ്മതം കൊടുത്തിരിക്കുന്നത് വേറെ എന്തിനോ വേണ്ടിയിട്ടാണ് സമ്മതം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു എഗ്രിമെന്റ് അല്ലെങ്കിൽ ആ ഒരു കോൺട്രാക്ട് വാലിഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യത്തില്ല. അപ്പോൾ ബയലാറ്ററൽ മിസ്റ്റേക്ക് വഴി ഫോം ചെയ്യപ്പെട്ട ഒരു കോൺട്രാക്ടിന്റെ ലീഗൽ ഇഫക്റ്റ് എന്ന് പറയുന്നത് ദ കോൺട്രാക്ട് ഓർ ദ എഗ്രിമെന്റ് വിൽ ബി വോയിഡ് ഓർ ഇറ്റ് വിൽ ബി ഇൻവാലിഡ്. ഓക്കെ, സിൻസ് ദർ ഇസ് നോ കൺസെൻസസ് അറ്റ് ഓൾ ബിറ്റ്വീൻ ദ കോൺട്രാക്ടിംഗ് പാർട്ടീസ്. Then next comes the unilateral mistake, and under unilateral mistake only one of the contracting parties is mistaken as to the matter of fact. And the legal effect of a unilateral mistake is that the contract remains valid unless the mistake is caused by misrepresentation or fraud where the contract is voidable. അതായത് യൂണിലാറ്ററൽ മിസ്റ്റേക്ക് എന്ന് പറയുമ്പോൾ unlike bilateral mistake, only one of the parties to the contract is under a mistake to get into the contract and the other party has understood the contract in its true sense and true perspective. അതായത് ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന യൂണിലാറ്ററൽ മിസ്റ്റേക്കിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ഒരാൾ മാത്രമേ തെറ്റിദ്ധാരണയുടെ പുറത്ത് കോൺട്രാക്റ്റിലേക്ക് ഏർപ്പെട്ടിട്ടുള്ളൂ, അല്ലെങ്കിൽ ഒരാൾക്ക് മാത്രമേ അതിൽ എന്ത് ചെയ്തിട്ടുള്ളൂ, തെറ്റായിട്ട് സബ്ജക്ട് മാറ്ററിനെ കുറിച്ച് കരുതിയിട്ടുള്ളൂ, ഇന്റർപ്രറ്റ് ചെയ്തിട്ടുള്ളൂ. മറ്റേ ആൾ ശരിയായ രീതിയിൽ മനസ്സിലാക്കിയിട്ടാണ് ആ കോൺട്രാക്റ്റിലേക്ക് ഏർപ്പെട്ടിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതാണ് യൂണിലാറ്ററൽ മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഒരാളുടെ ഭാഗത്ത് മാത്രമാണ് വീഴ്ച വന്നിരിക്കുന്നത്. അത് അയാളുടെ നെഗ്ലിജൻസ് കൊണ്ട് മാത്രം വന്നിരിക്കുന്ന ഒരു വീഴ്ചയാണ്. അതിനുള്ള അക്കൗണ്ടബിലിറ്റി മറ്റേ വ്യക്തിക്ക് ഉണ്ടായിരിക്കുന്നതല്ല. അതുപോലെ തന്നെ ആ കോൺട്രാക്ട് വാലിഡ് ആയിരിക്കാം. അത് ഇൻവാലിഡ് ആവുന്ന കേസ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് യൂണിലാറ്ററൽ മിസ്റ്റേക്ക് must be caused by some misrepresentation or fraud which is being committed by the opposite party. അതായത് ഈ പറഞ്ഞിരിക്കുന്ന യൂണിലാറ്ററൽ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞത് വന്നിരിക്കുന്നത് അത് സ്വമേധയാ നമ്മൾ വരുത്തിയ ഒരു വീഴ്ചയല്ല, പകരം മറ്റേയാളുടെ ഒരു വില്ലനി അല്ലെങ്കിൽ അയാളുടെ ഭാഗത്തു നിന്നുള്ള ഒരു മിസ്റെപ്രസെന്റേഷൻ കൊണ്ടോ ഫ്രോഡ് കൊണ്ടോ ആണ് നമുക്ക് അങ്ങനെ ഒരു വീഴ്ച വന്നത് എന്നുണ്ടെങ്കിൽ മാത്രം ആ കോൺട്രാക്ട് വോയിഡബിൾ ആകും. വോയിഡബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തീരുമാനിക്കാം ആ കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യണോ ഇൻവാലിഡ് ആക്കണോ എന്നുള്ളതൊക്കെ നമുക്ക് തീരുമാനിക്കാന്നുള്ള സിറ്റുവേഷനാണ് വോയിഡബിൾ എന്ന് പറയുന്നത്. അതല്ലാതെ ഉള്ള കേസിലാണ്, അതായത് അവനവന്റെ നെഗ്ലിജൻസ് കൊണ്ടാണ് ആ ഒരു തെറ്റ് നമുക്ക് സംഭവിച്ചത്, അല്ലെങ്കിൽ ആ ഒരു എല്ലാ രീതിയിലും അവിടെ ആ ഒരു കോൺട്രാക്ടിന്റെ സബ്ജക്ട് മാറ്റർ എന്താണെന്ന് ശരിയായ രീതിയിൽ വിലയിരുത്താനുള്ള എല്ലാ സാഹചര്യം അവിടെ നിലനിൽക്കെ നമ്മളുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു അശ്രദ്ധ കൊണ്ടാണ് നമുക്ക് ആ തെറ്റ് പറ്റുന്നത് എന്നുണ്ടെങ്കിൽ ആ ഒരു കോൺട്രാക്ടിന് എന്താണ് വാലിഡിറ്റി ഉണ്ടാവും. ആ കോൺട്രാക്ട് മുന്നോട്ട് പോകാൻ ചെയ്യും. നമുക്ക് ആ കോൺട്രാക്ടിനകത്തുനിന്ന് വിഡ്രോ ചെയ്യാനായിട്ട് പറ്റത്തില്ല. കാരണം നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഒരു വീഴ്ച കൊണ്ട് മാത്രം മറ്റേ ആളതിന് ആൻസറബിൾ ആവണമെന്നില്ല. ആ കോൺട്രാക്ട് ആസ് ഇറ്റ് ഈസ് എന്താണോ ആ കോൺട്രാക്റ്റിൽ നമ്മൾ കൊടുത്ത പ്രോമിസ് അതെന്ത് ചെയ്യേണ്ടി വരും, പെർഫോം ചെയ്യേണ്ടതായിട്ട് വരും. അതാണ് യൂണിലാറ്ററൽ മിസ്റ്റേക്ക് എന്ന് പറയുമ്പോൾ. ബയലാറ്ററൽ മിസ്റ്റേക്ക് എന്ന് പറയുമ്പോൾ രണ്ട് പാർട്ടി എന്താണ് ശരിയായ രീതിയിലല്ല അതിൻ്റെ സബ്ജക്ട് മാറ്ററിനെ ഇന്റർപ്രറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെ കൺസെൻസസ് തന്നെ ഇല്ല. ഇവിടെ ഒരു യൂണിലാറ്ററലിന്റെ മിസ്റ്റേക്ക് ആണെന്നുണ്ടെങ്കിൽ ഒരു വ്യക്തിക്ക് മാത്രം പറ്റിയ ഒരു അബദ്ധമാണ്. ആ അബദ്ധം എന്ന് പറയുന്നത് മറ്റേയാളുടെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രേരണ ഇല്ലാതെയാണെന്നുണ്ടെങ്കിൽ ആ കോൺട്രാക്ട് ലീഗലി വാലിഡ് ആയിരിക്കും. അതല്ല, ഒരു വ്യക്തിക്ക് അബദ്ധം പറ്റിയത് മറ്റേ വ്യക്തിയുടെ ഭാഗത്തു നിന്നുള്ള മിസ്റെപ്രസെന്റേഷൻ വഴിയോ ഫ്രോഡ് വഴിയോ ആണെന്നിരിക്കെ ആ കോൺട്രാക്ട് വോയിഡബിൾ ആയിരിക്കും. ആരാണോ എഗ്രീവ്ഡ് പാർട്ടി, ആരാണോ ഒഫൻഡഡ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ആർക്കാണോ നഷ്ടം നേരിട്ടിരിക്കുന്നത് ആ വ്യക്തിക്ക് തീരുമാനിക്കാം. അല്ലെങ്കിൽ ആ ഒരു മിസ്റെപ്രസെന്റേഷൻ വഴിയോ ഫ്രോഡ് വഴിയോ ആരാണോ അഫക്റ്റഡ് ആയിട്ടിരിക്കുന്നത് ആ വ്യക്തിക്ക് എന്ത് ചെയ്യാൻ പറ്റും, തീരുമാനിക്കാം കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യണോ വേണ്ടേ എന്നുള്ളത്. അല്ലാതുള്ള കേസിൽ ഒരാൾക്ക് മാത്രം പറ്റിയിട്ടുള്ള ഒരു അബദ്ധം കൊണ്ട്, അയാളുടെ നെഗ്ലിജൻസ് കൊണ്ട് പറ്റിയ ഒരു അബദ്ധം കൊണ്ട് ആ കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ ഉണ്ടായിരിക്കുന്നതല്ല. ഇതാണ് യൂണിലാറ്ററൽ മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് മിസ്റ്റേക്ക് ഓഫ് ലോ ആണ്. മിസ്റ്റേക്ക് ഓഫ് ലോ ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻടു ടു.
mistake of law of the country and mistake of foreign law. Mistake of law of the country means that each and every person or every citizen is expected to observe the law of the country, and no person shall be granted any relief under ignorance of law of the country. അതായത് ഒരു രാജ്യത്തെ നിയമം എന്ന് പറയുന്നത് എല്ലാ വ്യക്തികൾക്കും ഒരുപോലെ പാലിക്കാൻ വേണ്ടിയിട്ട് ബാധ്യസ്ഥരാണ്, അല്ലെങ്കിൽ എല്ലാവർക്കും ഒരുപോലെ ആപ്ലിക്കബിൾ ആണ്. ആ ഒരു ലോ നമുക്ക് അറിയത്തില്ല എന്നുള്ള ഒരു കാരണം കൊണ്ട് നമ്മൾ യാതൊരുവിധ റിലാക്സേഷനും നമുക്ക് കിട്ടുന്നതായിരിക്കത്തില്ല. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കൺട്രിയിൽ ബാധകമായിട്ടുള്ള എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസും നമ്മളുടെ മേലെ ആപ്ലിക്കബിൾ ആയിട്ടുള്ള എല്ലാ നിയമങ്ങളും നമ്മൾ എന്ത് ചെയ്യണം, അറിയാനുള്ള ബാധ്യത നമുക്കുണ്ട്. അത് അറിയാതെ നമ്മളൊരു തെറ്റ് ചെയ്താൽ പോലും ആ തെറ്റിനുള്ള ശിക്ഷ അനുഭവിക്കാനുള്ള ബാധ്യത നമുക്കുണ്ടായിരിക്കും. അല്ലെങ്കിൽ അത് അറിയാതെയാണ് നമ്മളൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടതെങ്കിൽ അറിയത്തില്ല എന്നുള്ളൊരു കാരണം കൊണ്ട് നമ്മളുടെ ലയബിലിറ്റിക്കകത്ത് നമ്മൾ റിലീവ്ഡ് ആവത്തില്ല. പകരം നമ്മൾ എന്താണോ അതിനകത്ത് നമുക്ക് ബൈൻഡിങ് ആയിട്ടുള്ളത് അത് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഫുൾഫിൽ ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. ഓക്കെ, അതാണ് പറയുന്നത് ഇഗ്നറൻസ് ഓഫ് ലോ ഈസ് നോട്ട് ആൻ എക്സ്ക്യൂസ് ഓർ ഇഗ്നറൻഷ്യ ജുറിസ് നോൺ എക്സ്ക്യൂസാറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ignorance of law is not an excuse or ignorantia juris non excusat. അതായത് നിയമത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മ എന്ന് പറയുന്നത് നമുക്ക് റിലാക്സേഷൻ ക്ലെയിം ചെയ്യാനുള്ള ഒരു എക്സ്ക്യൂസ് അല്ല. അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ഒരു രാജ്യത്ത് നിലനിൽക്കുന്ന എല്ലാ നിയമങ്ങളും നമുക്ക് ഒരുപോലെ ബാധകമാണ്. അപ്പോൾ ആ ഒരു കേസിൽ നമുക്ക് പിന്നെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഈ ഒരു നിയമത്തെക്കുറിച്ച് എനിക്ക് അറിവില്ലായിരുന്നു എന്നുള്ള ആ ഒരു ഗ്രൗണ്ടിൽ നമുക്ക് യാതൊരുവിധ എസ്കേപ്പിസവും അവിടെ ക്ലെയിം ചെയ്യാനായിട്ട് പറ്റത്തില്ല. നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, അത് ഒബ്സർവ് ചെയ്യാനായിട്ട് ബാധ്യസ്ഥരാണ്. ദെൻ മിസ്റ്റേക്ക് ഓഫ് ഫോറിൻ ലോ എന്ന് പറയുന്നത് a person is not expected to be familiar with all the foreign laws. So ignorance of foreign law has the effect of a mistake of fact and it will be void if it is a bilateral mistake. അതായത് ഇപ്പോൾ ഒരു ഫോറിൻ ലോയെ കുറിച്ച് നമുക്ക് അറിവുണ്ടായിക്കോണമെന്നുള്ളത് നിർബന്ധമില്ല. നോ വൺ ഈസ് എക്സ്പെക്റ്റഡ് ടു നോ അബൌട്ട് ഓൾ ദ ഫോറിൻ ലോസ് ദാറ്റ് ആർ പ്രിവെയിലിംഗ് ദർ. ഇപ്പോൾ ഒരു രാജ്യത്തിന് പുറമേ ഉള്ള വിദേശ രാജ്യങ്ങളിലെ അല്ലെങ്കിൽ ഫോറിൻ ലോകളെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം എന്നുള്ള നിർബന്ധമില്ല. അപ്പോൾ അവിടെ പറയുന്നത് ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ കൂട്ട് മിസ്റ്റേക്ക് ഓഫ് ഫാക്റ്റിൽ പറഞ്ഞ കൂട്ട് അതേ ലോ തന്നെയാണ് ഇവിടെ ആപ്ലിക്കബിൾ ആകുന്നത്. അതായത് ബൈലാറ്ററൽ മിസ്റ്റേക്ക് ആണെന്നുണ്ടെങ്കിൽ കോൺട്രാക്ട് ഇൻവാലിഡ് ആണ് അല്ലെങ്കിൽ വോയിഡ് ആണ്. യൂണിലാറ്ററൽ മിസ്റ്റേക്ക് ആണെങ്കിൽ മറ്റേയാളുടെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ചയില്ല, അയാൾ കറക്റ്റാണ്, മറ്റേയാൾക്ക് അയാളുടെ അശ്രദ്ധ കൊണ്ടാണ് വന്നിരിക്കുന്നത് ആ ഒരു വീഴ്ച വന്നിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു കോൺട്രാക്ട് വോയിഡബിൾ ആവുകയും ചെയ്യും. ഓപ്പോസിറ്റ് പാർട്ടിക്ക് തീരുമാനിക്കുക ആ കോൺട്രാക്റ്റുമായിട്ട് മുന്നോട്ട് പോകണോ വേണ്ടയോ എന്നുള്ളത്. ഓക്കെ, അത് ഫോറിൻ ലോയുടെ കേസ് ആയതുകൊണ്ട് മാത്രം. നേരെ മറിച്ച് ഈ പറഞ്ഞിരിക്കുന്ന മിസ്റ്റേക്ക് ഓഫ് ലോ ഓഫ് ദ ലാൻഡ് അല്ലെങ്കിൽ ലോ ഓഫ് ദ കൺട്രി ആണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ലോയെ കുറിച്ചാണ് നമുക്ക് അറിവില്ലാത്തത് കൊണ്ട് ഒരു അബദ്ധം പറ്റിയതെങ്കിൽ ആ അബദ്ധം എന്ന് പറയുന്നത് ആ അബദ്ധത്തിന്റെ മുകളിൽ നമുക്ക് യാതൊരു വിധ റിലാക്സേഷനും ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. കോൺട്രാക്ട് എങ്ങനെയാണ് നമ്മൾ എഗ്രി ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ പെർഫോം ചെയ്യേണ്ട ബാധ്യത നമുക്ക് ഉണ്ടായിരിക്കുകയും ചെയ്യും. ദിസ് ഈസ് ഓൾ അബൌട്ട് മിസ്റ്റേക്ക്. ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. താങ്ക് യു.